ഞാൻ ശരിക്കും 2002 മൊബൈൽ ഫീൽഡിലേക്ക് വരുന്നത്. സത്യത്തിൽ അന്ന് ഞാൻ ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ ആയിട്ടാണ് ഒരു മൊബൈൽ ഫോൺ മേഖലയിലേക്ക് വരുന്നത്. അൽക്കാട്ടൽ ഫോണുകളായിരുന്നു അന്ന് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നത്. അപ്പോൾ മാത്രമല്ല കുറച്ചൊക്കെ ഒരു 3-4 മോഡലുകൾ നോക്കിയൻ്റെ ഉണ്ട്, പാനാസോണിക്, റിക്സൺ, മിസ്തുബിഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോണുകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് തന്നെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമായിരുന്നു, ഇതൊരു 2 വർഷം കഴിഞ്ഞാൽ ഇതിൽ ഇതാരെങ്കിലും നന്നാക്കുമോ, അല്ലെങ്കിൽ അറബികൾ ഇത് നന്നാക്കുമോ. 2002 ശരിക്കും ഞാൻ 2002 മുതൽ കേൾക്കുന്ന ഒരു കാര്യം. പക്ഷേ ആ ചോദ്യം സത്യത്തിൽ ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട്. ഓരോ വർഷവും ഈ റിപ്പയറിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും ഉയർന്നു വരിക എന്നല്ലാതെ ഒരു താഴത്തോട്ട് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. പിന്നെ എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെർട്ടായ ആളുകൾക്ക്, എക്സ്പീരിയൻസ്ഡ് ആയ ഇതിൻ്റെ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്ന ആളുകൾ, അവർക്ക് ഇതിലെന്തുള്ളൂ, നിലനിൽപ്പുള്ളൂ. എന്തെങ്കിലും ബേസിക് കാര്യങ്ങൾ പഠിച്ച് പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടിയ ആളുകൾക്കൊക്കെ 2-3 വർഷം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഔട്ടാവും. ഈ ഒരു ഫീൽഡിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഫീൽഡിൽ നിലനിൽക്കാനും സ്ഥാപനങ്ങൾ തുടങ്ങാനും പല രീതിയിലുള്ള ഉയർച്ചക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കഴിയുന്നുണ്ട്.